അപ്പോൾ കൂട്ടുകാരെ, ഇത് കണ്ണൂർ താണേക്കടുത്തുള്ള ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സ്കിൻ അലർജിക്ക് ഡോക്ടറെ കാണിക്കാൻ പോയപ്പോഴുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോസുമാണ്. ആശുപത്രിയിലേക്ക് കയറുമ്പോൾ അവിടെ മാതൃക ഔഷധത്തോട്ടം കാണാൻ പറ്റി. മുൻപ് പാനുണ്ട ആയുർവേദ ക്ലിനിക്കിൽ പോയപ്പോൾ അവിടെയും വിഷ്ണുക്രാന്തി, കഞ്ഞെണ്ണി പോലുള്ള ഔഷധ സസ്യങ്ങളുടെ കളക്ഷൻസ് കണ്ടിരുന്നു. ത്വക്ക് രോഗങ്ങൾക്കും വിഷചികിത്സയ്ക്കും കൂടിയുള്ള വിഷചികിത്സാ യൂണിറ്റിലെ ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്തത്. ചില ആയുർവേദ ഗുളികകളും ചൂർണം, കഷായം എന്നിവയ്ക്കുള്ള പൊടികളും ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഇവിടെ തന്നെ കേരള ആയുർവേദിക് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള നീതി സ്റ്റോറും HMCയുടെ കീഴിലുള്ള ഔഷധി ന്യായവില ഫാർമസിയും ഉണ്ട്. 10-15% വരെ ഡിസ്കൗണ്ട് ആയുർവേദ മരുന്നുകൾക്ക് ഇവിടെ നിന്നും കിട്ടുന്നു. മരുന്ന് വാങ്ങിക്കുമ്പോഴാണ് ഒരു വെള്ളരിപ്രാവിനെ കണ്ടത്. കൂടെ തന്നെ ചാരനിറമുള്ള ഒരു അരിപ്രാവും ഉണ്ടായിരുന്നു. ഫാർമസി ഉള്ളവരോട് ഇത് ഇവിടെ തന്നെ ഉള്ളതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ പിന്നിൽ കൊള്ളികൊണ്ട് കൂട്ടിയ ഒരു കൂടും അവിടെ വേറൊരു അരിപ്രാവ് കൂട്ടിലിരുന്ന് ചിറക് ചിക്കുന്നതുമൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വെള്ളരിപ്രാവിനെ കണ്ടപ്പോൾ ദേവദൂതൻ ഫിലിമിലെ സന്ദേശവാഹകനായ പ്രാവിനെയാണ് ഓർമ്മ വന്നത് കേട്ടോ. ഇവിടെയുള്ള വിഷചികിത്സാ സ്പെഷ്യൽ ക്ലിനിക്കിൽ എട്ടുകാലി, തേള്, പഴുതാര, മറ്റു കീടങ്ങൾ കൊണ്ടുണ്ടാകുന്ന വിഷങ്ങൾ കൊണ്ടുള്ള ചികിത്സയും ചർമ്മരോഗങ്ങളായ ഫംഗൽ ഇൻഫെക്ഷൻ, സോറിയാസിസ്, താരൻ, അകാലനര, അലോപേഷ്യ ഇവയ്ക്കുള്ള ചികിത്സയും ഉണ്ട്. കൂടാതെ വെരിക്കോസിസ് വെയിൻ, എക്സിമ, അലർജി, വിട്ടുമാറാത്ത തുമ്മൽ, വിണ്ടുകീറൽ എന്നിങ്ങനെയുള്ള അസുഖങ്ങൾക്കുള്ള ചികിത്സയും ഇവിടെ ലഭ്യമാണ്. ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ മാത്രമേ വിഷചികിത്സയ്ക്കുള്ള OP ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ റിസപ്ഷനിൽ വിളിച്ചന്വേഷിച്ചാൽ ഇതിന് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അപ്പോൾ വിളിച്ചന്വേഷിച്ച ശേഷമാണ് വരേണ്ടത്. ഇവിടെ നിന്ന് കിട്ടാത്ത മരുന്നുകളിൽ ചിലത് പുറത്തുള്ള 2 ആയുർവേദ ഫാർമസികളിൽ ചോദിച്ചാൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ കണ്ടുമുട്ടുന്നത്